ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഫിഷിന്റെ ബോഡി ഫീച്ചേഴ്സ് വരെയാണല്ലേ നമ്മൾ പഠിച്ചത്. ഇവിടെ നമുക്ക് രണ്ട് പ്ലാന്റ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദി പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിക്ചേഴ്സ് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സ് എന്ത് പ്ലാന്റ്സ് ആണ്? ഡെസേർട്ട് പ്ലാന്റ്സ് ആണ് അല്ലെ, മരുഭൂമിയിൽ വളരുന്ന പ്ലാന്റ്സ് ആണ്. എന്താണ് ഡെസേർട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല്? ഡെസേർട്ട് പ്ലാന്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ ഹോട്ട് ഡ്രൈ പ്ലേസസ് ലൈക്ക് ഡെസേർട്സ്. മരുഭൂമി പോലെ ചൂടും വരണ്ട പ്രദേശങ്ങളിലും വളരുന്ന പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയാം? ഡെസേർട്ട് പ്ലാന്റ്സ് എന്ന് പറയാം അല്ലെ. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ എസ്റ്റം? വാട്ട് മേക്സ് ദം ഡിഫറെന്റ് ഫ്രം അതർ പ്ലാന്റ്സ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ മൈ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. ഇത്തരം പ്ലാന്റ്സിന്റെ പ്രത്യേക സവിശേഷതകൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ അതിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താണ്? മറ്റു പ്ലാന്റ്സുമായിട്ട് ഇത്തരം പ്ലാന്റ്സ് എങ്ങനെയാണ് വ്യത്യാസമാവുന്നത്? അതൊക്കെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ എൻവയോൺമെന്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഡെസേർട്ട് പ്ലാന്റ്സ് മറ്റു പ്ലാന്റ്സുമായിട്ട് വ്യത്യാസമാവുന്നത്? ഡെസേർട്ട് പ്ലാന്റ്സ് ആർ ഡിഫറെന്റ് ഫ്രം അതർ പ്ലാന്റ്സ് ബിക്കോസ് ദേ ആർ അഡാപ്റ്റഡ് ടു ലിവ് വിത്ത് വെരി ലിറ്റിൽ വാട്ടർ. കുറച്ചു വെള്ളം കൊണ്ട് മാത്രം വളരാൻ പൊരുത്തപ്പെട്ടവയാണ് ഈ ഡെസേർട്ട് പ്ലാന്റ്സ്. അതാണ് ഡെസേർട്ട് പ്ലാന്റ്സും മറ്റു പ്ലാന്റ്സും തമ്മിലുള്ള വ്യത്യാസം. ഡെസേർട്ട് പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ് അല്ലെ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്? ഡെസേർട്ടിലൊക്കെ വളരാൻ, കുറച്ച് വെള്ളത്തില് വളരാൻ സഹായിക്കുന്നത്. അപ്പൊ നമുക്കത് ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം അല്ലെ. ഡെസേർട്ട് പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ ചുവടെ നമ്മൾ പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നമ്മള് ഡെസേർട്ട് പ്ലാന്റ്സിനെ എന്തും കൂടിയും പറയാം, സെറോഫൈറ്റ്സ് എന്നും കൂടിയും പറയാം കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണ് ഡെസേർട്ട് പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഡെസേർട്ട് പ്ലാന്റ്സ് മേ ഹാവ് നോ ലീവ്സ് ഓർ ഹാവ് സ്മോൾ ലീവ്സ് ഓർ തോൺസ്. അതായത് ഡെസേർട്ട് പ്ലാന്റ്സ് ഇല ഇല്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ, തോൺസ് എന്ന് പറഞ്ഞാൽ മുള്ളുകൾ കേട്ടോ, മുള്ളുകൾ ഉള്ളതോ ആകാം. നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ എന്താണ് അതിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്ന്. സ്റ്റെംസ് ആർ തിക്ക്, ഗ്രീൻ ആൻഡ് ക്യാൻ സ്റ്റോർ വാട്ടർ. ഈ വാക്സി കോട്ടിംഗ് ഓൺ ദ സ്റ്റെം ഹെൽപ്സ് ദം പ്രിവെന്റ് വാട്ടർ ലോസ്. അതായത് സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താണ്? തിക്കും ആണ്, ഗ്രീനും ആണ്. അതിന് എന്ത് ചെയ്യാൻ കഴിവുണ്ട്? ക്യാൻ സ്റ്റോർ വാട്ടർ, വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് മുകളിലുള്ള ഒരു വാക്സി കോട്ടിങ്, മെഴുകു പോലുള്ള ഒരു കോട്ടിങ് എന്തിനു സഹായിക്കുന്നു? ഹെൽപ്സ് ദം പ്രിവെന്റ് വാട്ടർ ലോസ്, വെള്ളം നഷ്ടമാകുന്നത് തടയുന്നു. ഡെസേർട്ട് പ്ലാന്റ്സിന്റെ റൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഡീപ് റൂട്ട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത്സ്. റൂട്ട്സിന്റെ പ്രത്യേകത എന്താണ്? ഡീപ് റൂട്ട്സ് ആണുള്ളത്. ഈ പ്ലാന്റ്സിന്റെ റൂട്ട്സ് എങ്ങനെയാണ്? ഡീപ് റൂട്ട്സ് ആണ്. അത് എന്തിനു സഹായിക്കുന്നു? വളരെ ആഴത്തിൽ നിന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു കേട്ടോ. സച്ച് ഡെസേർട്ട് പ്ലാന്റ്സ് ആർ നോൺ ആസ് സെറോഫൈറ്റ്സ്. അങ്ങനത്തെ ഡെസേർട്ട് പ്ലാന്റ്സിനെ എന്തും കൂടിയും പറയും? സെറോഫൈറ്റ്സ് എന്നും കൂടിയും പറയും. ഓൾ ദീസ് ഫീച്ചേഴ്സ് ഇനേബിൾ ദം ടു സർവൈവ് ഇൻ ഡെസേർട്ട്. ഈ എല്ലാ ഫീച്ചേഴ്സും ഡെസേർട്ട് പ്ലാന്റ്സിനെ മരുഭൂമിയിൽ അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്നു. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിജീവിക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? അഡാപ്റ്റേഷൻ ആണ് കേട്ടോ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക, അനുകൂലനം എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. Plants and animals have body features that help them survive in their specific environments. Any body feature that helps an organism survive in its environment is called adaptation. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാല്? എല്ലാ പ്ലാന്റ്സിനും അനിമൽസിനും അവരുടെ സ്പെസിഫിക് എൻവയോൺമെന്റില് അവരെ അതിജീവിക്കാൻ സഹായിക്കുന്ന ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ അവരെ ആ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ, അതായത് അതിജീവിക്കാൻ സഹായിക്കുന്ന ഏത് ബോഡി ഫീച്ചറിനെ നമ്മൾ എന്താണ് പറയുക? അഡാപ്റ്റേഷൻ എന്നാണ് പറയുക. ഇവിടെ വാട്ടർ ലില്ലിയും ഫ്രോഗും തമ്മിലൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കൂ. വാട്ടർ ലില്ലി എന്താ പറയുന്നത്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റെം. ഫ്രോഗ് എന്താ പറയുന്നത്? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. അപ്പൊ എന്താ പറയുന്നത്? വാട്ടർ ലില്ലി നമുക്കറിയാം ഒരു വാട്ടർ പ്ലാന്റ് ആണ് അല്ലെ. അതായത് വാട്ടർ പ്ലാന്റ് എന്താണ്? ദ പ്ലാന്റ് ദാറ്റ് ഗ്രോസ് ഇൻ വാട്ടർ. വാട്ടർ ലില്ലി എന്താ പറയുന്നത്? അതിന്റെ സ്റ്റെമ്മിലുള്ള വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫ്രോഗ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ വിരലുകള് തൊലിയുമായിട്ട് കണക്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളത്തില് സ്വിം ചെയ്യാൻ കഴിയുന്നത്, നീന്താൻ കഴിയുന്നത് എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താണ്? അഡാപ്റ്റേഷനെ കുറിച്ചാണ് അല്ലെ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എനി ബോഡി ഫീച്ചർ ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ് അല്ലെ. ഇതിനെ നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയാം. അവരുടെ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ഏത് ബോഡി ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയൂ അല്ലെ. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ലില്ലി ആൻഡ് ദ ഫ്രോഗ്? വാട്ടർ ലില്ലിയും ഫ്രോഗും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻസ്. അവരുടെ കൂടുതൽ അഡാപ്റ്റേഷൻസ് എന്താണ് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് വാട്ടർ ലില്ലിനെ വളരാൻ സഹായിക്കുന്ന ഒരു അഡാപ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്താണ്?
സ്റ്റെമ്മില് എയർ സാക്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ കൂടുതൽ അഡാപ്റ്റേഷൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് എന്ത് എഴുതാം? ലാർജ് ഫ്ലാറ്റ് ലീവ്സ് വിത്ത് വാക്സി കോട്ടിംഗ്. മെഴുകു പോലുള്ളൊരു കോട്ടിംഗ് ഉള്ള വലുതും അതുപോലെ തന്നെ പരന്നതുമായ ലീവ്സ് ആണ് വാട്ടർ ലില്ലിക്കുള്ളത്. അത് എന്തിനാ സഹായിക്കുന്നത്? ഹെൽപ് ദം ഫ്ലോട്ട് ഓൺ വാട്ടർ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനാണ് സഹായിക്കുന്നത് കേട്ടോ. ദെൻ ഫ്ലോട്ടിംഗ് ലീവ്സ് ആണ്, അതായത് ഈ ഫ്ലോട്ടിംഗ് ലീവ്സ് ഉള്ളത് കൊണ്ട് അത് എന്തിനാ സഹായിക്കുന്നത്? allow them to absorb more sunlight. കൂടുതൽ സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു കേട്ടോ. ദെൻ നമ്മൾ ഒരു പോയിന്റ് ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, എന്താണ്? ലോങ് ഫ്ലെക്സിബിൾ സ്റ്റെംസ് ആണുള്ളത് കേട്ടോ. അതായത് വാട്ടർ ലില്ലിക്കുള്ളത് ലോങ് ഫ്ലെക്സിബിൾ സ്റ്റെംസ് ആണ്. കണ്ടെയ്ൻ എയർ സാക്സ്, ഹെൽപ് ദ പ്ലാന്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. വാട്ടർ ലില്ലിയുടെ സ്റ്റെം എങ്ങനെയാണ്? നീണ്ടിട്ടും വളയുന്നതുമായ സ്റ്റെമ്മുകളാണ് കേട്ടോ. ഇതില് എന്തുണ്ട്? കണ്ടെയ്ൻ എയർ സാക്സ് ഉണ്ട്. എയർ സാക്സ് ഉള്ള ഈ ലോങ് ഫ്ലെക്സിബിൾ സ്റ്റെം എന്തിനാ സഹായിക്കുന്നത്? ഹെൽപ് ദ പ്ലാന്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഇപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ലാർജ് ഫ്ലാറ്റ് ലീവ്സ് വിത്ത് വാക്സി കോട്ടിംഗ് സഹായിക്കുന്നത് എന്തിനാണ്? ഹെൽപ് ദം ഫ്ലോട്ട് ഓൺ വാട്ടർ. ഫ്ലോട്ടിംഗ് ലീവ്സ് allow them to absorb more sunlight. ലോങ് ഫ്ലെക്സിബിൾ സ്റ്റെംസ് കണ്ടെയ്ൻ എയർ സാക്സ്, ഹെൽപ് ദ പ്ലാന്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രോഗിന്റെ അഡാപ്റ്റേഷനെ കുറിച്ചാണ് കേട്ടോ. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്താണ്? ഫ്രോഗ്സ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അല്ലെ, ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയൂ അല്ലെ. അതുകൊണ്ട് അതിന് എന്ത് വേണം? ദേ ഹാവ് സം സ്പെഷ്യൽ ബോഡി ഫീച്ചേഴ്സ് ഫോർ ദിസ്. ഇതിനു വേണ്ടി അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. അതായത് കരയിലും ജീവിക്കുന്നതാണ്, അതുപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കുന്നുണ്ട് അല്ലെ. രണ്ട് സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. അപ്പൊ അതിന് സ്പെഷ്യൽ ബോഡി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് പോയിന്റ് വെബ്ഡ് ഫീറ്റ് ആണ്. നമുക്കറിയാം അല്ലെ, വെബ്ഡ് ഫീറ്റ് ആണുള്ളത്. തിൻ സ്കിൻ ബിറ്റ്വീൻ ടോസ് ആക്ട്സ് ലൈക്ക് പാഡിൽസ് ഫോർ എഫിഷ്യന്റ് സ്വിമ്മിങ്. കാൽവിരലുകൾക്കിടയിൽ എന്താണ്? കനം കുറഞ്ഞ തൊലി. അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ആക്ട് ലൈക്ക് പാഡിൽസ് ആണ് കേട്ടോ. പാഡിൽസ് എന്ന് പറഞ്ഞാൽ തുഴയായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? എഫിഷ്യന്റ് സ്വിമ്മിങ്ങിന് സഹായിക്കുന്നു, നന്നായിട്ട് നീന്താൻ സഹായിക്കുന്നു കേട്ടോ. ഫ്രോഗിന്റെ അർത്ഥം അഡാപ്റ്റേഷൻസ്, ബോഡി ഫീച്ചേഴ്സ് നമുക്ക് പറയാം. മോയിസ്റ്റ് സ്കിൻ ആണ് കേട്ടോ, അതായത് ഈർപ്പമുള്ള സ്കിൻ ആണ് സഹായിക്കുന്നത്. ഹെൽപ്സ് അബ്സോർബ് വാട്ടർ ആൻഡ് ഓക്സിജൻ. അതായത് വെള്ളവും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെ അബ്സോർബ് ചെയ്യാനാണ് കേട്ടോ സഹായിക്കുന്നത്. അടുത്തത് ബൾജിങ് ഐ ആണ്. നമുക്കറിയാലേ കണ്ണെങ്ങനെയാ പുറത്തു തള്ളുന്ന രീതിയിൽ കണ്ണാണ് അല്ലെ. ബൾജിങ് ഐ ആണ്. അത് എന്തിനാ സഹായിക്കുന്നത്? പ്രൊവൈഡ് ക്ലിയർ വിഷൻ ബോത്ത് എബവ് ആൻഡ് അണ്ടർ വാട്ടർ. അതായത് വെള്ളത്തിന്റെ മുകളിലും വെള്ളത്തിന്റെ അടിയിലും നന്നായി കാണാൻ ഇത് സഹായിക്കുന്നു. പിന്നത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം സ്ട്രോങ് ഹിൻഡ് ലെഗ്സ് ആണ് ഉള്ളത് കേട്ടോ. സ്ട്രോങ് ഹിൻഡ് ലെഗ്സ് allow frogs to leap, hop and swim efficiently. അതായത് ഫ്രോഗിനെ കുതിക്കാനും, ലീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുതിക്കാനും, ഹോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാടാനും, അതുപോലെ തന്നെ നീന്താനും, സ്വിം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു കേട്ടോ. ഇങ്ങനെ പോയിന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഫ്രോഗിന്റെ ഒന്നും കൂടിയും പറയാം. എന്തൊക്കെയാണ് നമ്മൾ അഡാപ്റ്റേഷൻസ് പറഞ്ഞത്? വെബ്ഡ് ഫീറ്റ്, then moist skin, then bulging eye, strong hind legs. Observe the pictures. Where do these animals live? ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ അനിമൽസിന്റെ പിക്ചറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? ഗോട്ട്, ഷ്രിംപ്, ദെൻ ടേർട്ടിൽ ആണ് അല്ലെ. ഷ്രിംപ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും അല്ലെ, ചെമ്മീനല്ലേ. ടേർട്ടിൽ എന്ന് പറഞ്ഞാല് കടലാമ. എവിടെയാണ് ഈ അനിമൽസ് എല്ലാം താമസിക്കുന്നത് എന്നാണ് അല്ലെ. നമുക്കറിയാം ഗോട്ട് എവിടെയാണ്? God lives on land. Shrimp എവിടെയാണ്? Shrimp lives in water. Turtle lives both on land and in water. Write the names of other animals you are familiar with and complete the table. അതായത് animals live on land, animals live in water, animals live on land and water. അതായത് ലാൻഡിൽ മാത്രം, കരയിൽ മാത്രം ജീവിക്കുന്ന അനിമൽസിന്റെ പേര് എഴുതണം. ദെൻ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന അനിമൽസിന്റെ പേര് എഴുതുക. പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന അനിമൽസിന്റെ പേര് എഴുതുക കേട്ടോ. അപ്പൊ നമുക്കറിയാം അനിമൽസ് ലിവ് ഓൺ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ എഴുതാം? എലിഫന്റ് എഴുതാം, ടൈഗർ എഴുതാം, കൗ എഴുതാം, കാറ്റ് എഴുതാം അല്ലെ, ഡോഗ് എഴുതാം. അങ്ങനെ ധാരാളം അനിമൽസ് ഉണ്ട് അല്ലെ, ഡോങ്കി ഒക്കെ എഴുതാം കേട്ടോ. ദെൻ അനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന അനിമൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബ്ലൂ വെയിൽ എഴുതാം, ഫിഷ്, ഒക്ടോപ്പസ് എഴുതാം, ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ നീരാളി, സീ ഹോസ് എഴുതാം, കടൽ കുതിര, സീ കുക്കുംബർ എഴുതാം. അങ്ങനെ ധാരാളം അനിമൽസ് ഉണ്ട് അല്ലെ. ദെൻ അനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന അനിമൽസ് അത് ഏതൊക്കെയാണ്? ഫ്രോഗ്സ്, ക്രൊക്കഡൈൽസ്, ടേർട്ടിൽസ്, ക്രാബ്സ് ഒക്കെ എഴുതാം അല്ലെ. അനലൈസ് ദ ഇൻഫർമേഷൻ ഇൻ ദ എബോവ് ടേബിൾ,
റെക്കോർഡ് യുവർ ഇൻഫ്ലുവൻസസ് ഇൻ മൈ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. അതായത് മുകളിലത്തെ നമ്മുടെ ടേബിളിൽ എഴുതിയ ഇൻഫോർമേഷൻസ് എല്ലാം വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ എൻവയോൺമെന്റൽ സയൻസ് ഡയറിയിൽ നിങ്ങളുടെ അനുമാനം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സം അനിമൽസ് ലിവ് ഓൺലി ഓൺ ലാൻഡ്, സം അനിമൽസ് ലിവ് ഓൺലി ഇൻ വാട്ടർ, സം അനിമൽസ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഇതല്ലേ മനസ്സിലായത്? അതല്ലേ നമ്മൾ അനലൈസ് ചെയ്തത്. ഇനി ഇൻഫ്ലുവൻസ് എന്താ എഴുതുക നമ്മള്? അപ്പൊ എന്താണ് എഴുതുക? ഡിഫറെന്റ് അനിമൽസ് ലിവ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് ഡിപ്പെൻഡിങ് ഓൺ ദയർ ബോഡി ഫീച്ചേഴ്സ്. ഡിഫറെന്റ് അനിമൽസ് എന്താണ് ഡിഫറെന്റ് പ്ലേസസിൽ എന്താണ് ജീവിക്കുന്നത്? എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അവരെ ബോഡി ഫീച്ചേഴ്സിനെ ആശ്രയിച്ചിട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സം ക്യാൻ ലിവ് ഓൺലി ഓൺ ലാൻഡ് ഓർ ഓൺലി ഇൻ വാട്ടർ വൈൽ സം ക്യാൻ ലിവ് ഇൻ ബോത്ത് ബിക്കോസ് ദയർ ബോഡീസ് ആർ അഡാപ്റ്റഡ് ഫോർ ഇറ്റ്. ചില അനിമൽസിന് ലാൻഡിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ, ചിലതിന് വെള്ളത്തിൽ മാത്രം. പക്ഷെ ചിലതിന് എങ്ങനെയാ? ക്യാൻ ലിവ് ഇൻ ബോത്ത് അല്ലേ? അതായത് വെള്ളത്തിലും ജീവിക്കാൻ കഴിയും, ലാൻഡിലും ജീവിക്കാൻ കഴിയും. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദയർ ബോഡി ഫീച്ചേഴ്സ് അതിനെ പൊരുത്തപ്പെടുന്നത് കൊണ്ടാണ് കേട്ടോ. ദയർ ബോഡീസ് ആർ അഡാപ്റ്റഡ് ഫോർ ഇറ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിന്റെ ബാക്കി ഭാഗം നോക്കാം. ഓക്കെ.